ക്യാൻവ ഉപയോഗിച്ച് ഒരു പോസ്റ്റർ എങ്ങനെ തയ്യാറാക്കാം, അതും 5 സെക്കൻഡ് കൊണ്ട് ഒരു പോസ്റ്റർ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുമോ? നമ്മുടെ സ്കൂളുകളിലൊക്കെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അഡ്മിഷനുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത്തരമൊരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് 5 സെക്കൻഡ് കൊണ്ട് എങ്ങനെയാണ് ഒരു പോസ്റ്റർ നമുക്ക് ക്യാൻവയിൽ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിനായി ആദ്യം തന്നെ ക്യാൻവ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ക്യാൻവ ഓപ്പൺ ചെയ്തതിന് ശേഷം പ്ലസ് എന്നുള്ള ഈ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള ക്യാൻവാസ് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. ഇവിടെ ഞാൻ ഇൻസ്റ്റഗ്രാമിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ മുകളിൽ ഈ സെർച്ച് ബാറിൽ എന്ത് ചെയ്യുക, ഇൻസ്റ്റഗ്രാം എന്ന് ടൈപ്പ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമുമായി ബന്ധപ്പെട്ട കുറേ സൈസുകൾ ഇവിടെ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്നും ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എന്നുള്ള ഫസ്റ്റ് ഭാഗം ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ഇൻസ്റ്റഗ്രാമിലേക്ക് വേണ്ട ഒരു ക്യാൻവാസ് തയ്യാറായിട്ടുണ്ട്. നേരെ പോയിരിക്കുന്നത് ഡിസൈൻ എന്നുള്ളൊരു ഭാഗത്തേക്കാണ്. അവിടെ നമ്മൾ ഏത് തരത്തിലുള്ള ഡിസൈൻ നമുക്ക് വേണം. ഇവിടെ അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അഡ്മിഷൻ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ സ്കൂൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് പോസ്റ്ററുകൾ, മുൻകൂട്ടി തയ്യാറാക്കി വെച്ച ഒരുപാട് പോസ്റ്ററുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഒരു പോസ്റ്റർ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു പോസ്റ്ററാണ് സെലക്ട് ചെയ്യുന്നത് വിചാരിക്കുക. ഈ ഒരു പോസ്റ്റർ നമ്മൾ സെലക്ട് ചെയ്തു. ഇനി എൻ്റേതായിട്ട് ഈ പോസ്റ്റർ നമുക്ക് മാറ്റാം. ഇതിൽ എന്ത് കാര്യങ്ങളും നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് കണ്ടോ, ഇത് ഓരോന്നും നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് എൻ്റർ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, അതിലുള്ള കാര്യങ്ങൾ മാറ്റാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഞാൻ സ്കൂളിൻ്റെ പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ സ്കൂളിൻ്റെ പേരിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് തൽക്കാലം യുവർ സ്കൂൾ എന്ന് കൊടുക്കുന്നു. ഇതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം യുവർ സ്കൂൾ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇതിലെ ഈ ഒരു ലോഗോ നമുക്ക് ചേഞ്ച് ചെയ്യാൻ ആണെങ്കിൽ ഈ ലോഗോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് വേണമെങ്കിൽ അതൊരു എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ റീപ്ലേസിങ് ഓപ്ഷൻ ഇല്ല. പിക്ചറിനെ നമുക്ക് ഇത്തരത്തിൽ റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ എലമെൻ്റ് ആയതുകൊണ്ട് ഞാൻ ഇവിടുന്ന് അത് ഡിലീറ്റ് ചെയ്യുന്നു. അതിന് പകരം ഗാലറിയിൽ പോയി ഒരു ചിത്രം, നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ലോഗോ സെലക്ട് ചെയ്യുന്നു. ആഡ് ടു പേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ പേജിലേക്ക് ഈ ലോഗോ വന്നിരിക്കുകയാണ്. ഇതിനെ ഞാനിങ്ങനെ റീസൈസ് ചെയ്തു. ഇവിടെ നമ്മൾ സ്കൂൾ ലോഗോയുടെ ഭാഗത്ത് നമ്മൾ ചേർക്കുന്നു. ഇനി ഇതിൽ എന്ത് ആവശ്യമുള്ള കാര്യങ്ങൾ, നമ്മുടെ ഉദാഹരണത്തിന് ഫോൺ നമ്പർ നമുക്ക് മാറ്റണം. ഫോൺ നമ്പർ ക്ലിക്ക് ചെയ്ത് മാറ്റാം. ഇവിടെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കണോ, നമുക്കിവിടെ 40% ഓഫർ എന്നുള്ളത് ഒഴിവാക്കണോ, അത് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഈ ചിത്രം നമ്മുടെ സ്കൂളിൻ്റെ ഏതെങ്കിലും ഫോട്ടോ ആക്കണോ, ഈ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൽ റീപ്ലേസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പിക്ചർ ഇവിടുന്ന് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരു അഡ്മിഷൻ പോസ്റ്ററുകളൊക്കെ തയ്യാറാക്കണമെങ്കിൽ ഇവിടെ നമുക്ക് അവർ ഫീച്ചേഴ്സ് എന്നുള്ള ഭാഗത്ത് നമുക്ക് ഏതെങ്കിലും ഫീച്ചേഴ്സ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആ ഫീച്ചേഴ്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ഇവിടെ ഒഴിവാക്കിയിട്ട് പുതിയതായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് നമ്മുടേതായിട്ടുള്ള രൂപത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഞാനിങ്ങനെ ഒരു പോസ്റ്റർ തയ്യാറാക്കി. ഇത് എനിക്കിനി സേവ് ചെയ്യാൻ ഞാൻ നേരെ ഇവിടെ മുകളിൽ കാണുന്ന ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഡൗൺലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ PNG ഫോർമാറ്റിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് മാറ്റി JPG ഫോർമാറ്റിലേക്ക് കൊടുക്കുന്നു. ക്വാളിറ്റി നമ്മൾ 100% കൊടുക്കുന്നു. അതിനുശേഷം ഡൗൺലോഡ് എന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ഒരു പോസ്റ്റർ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഗാലറിയിൽ നമുക്കിത് കാണാൻ സാധിക്കും. ഇത് സേവ് ആകുന്ന പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു പോസ്റ്റർ, വളരെ ക്വാളിറ്റിയുള്ള പോസ്റ്റർ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇങ്ങനെ 5 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ തയ്യാറാക്കാം.